നമസ്കാരം. UK സ്പെഷ്യൽ ന്യൂസിലേക്ക് സ്വാഗതം. UKയിൽ ജീവിത ചിലവ് കുറയ്ക്കുമെന്ന തിരഞ്ഞെടുപ്പ് വാഗ്ദാനം നടപ്പിലാക്കുന്നതിനുള്ള ആദ്യ നടപടിയുമായി പ്രധാനമന്ത്രി ആൻഡി ബേണം. ഇംഗ്ലണ്ടിലെ പ്രാദേശിക ബസ് സർവീസുകളിലെ പരമാവധി സിംഗിൾ ടിക്കറ്റ് നിരക്ക് 2027 ജനുവരി 1 മുതൽ 2 പൗണ്ടായി കുറയ്ക്കുമെന്ന് സർക്കാർ പ്രഖ്യാപനം. കാലാവസ്ഥാ പദ്ധതികൾക്കായി മാറ്റിവെച്ചിരുന്ന ഫണ്ടിൽ നിന്നും 454 മില്യൺ പൗണ്ട് പുനഃക്രമീകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും ഇതിലൂടെ നികുതിദായകർക്ക് അധിക ബാധ്യത ഉണ്ടാകില്ലെന്നും ചാൻസലർ ജോൺ ഹീലി വ്യക്തമാക്കി. ബസ് സർവീസുകളുടെ നിലവാരം ഉയർത്തുന്നതിനും പ്രാദേശിക മേയർമാർക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനുമുള്ള നടപടികളും സർക്കാർ ഉടൻ പ്രഖ്യാപിക്കുമെന്ന സൂചന. യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനൊപ്പം പൊതുഗതാഗതം കൂടുതൽ വിശ്വസനീയമാകുന്നതിനുള്ള പുതിയ പദ്ധതികളും അടുത്ത മാസങ്ങൾ പ്രഖ്യാപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. അധികാരമേറ്റെടുത്ത ശേഷം ആദ്യ ദിവസം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവർക്കും എല്ലായിടത്തും അനുയോജ്യമായ ഒരു രാജ്യം ഞാൻ പടുത്തുയർത്തും. കൂടുതൽ മികച്ച ഗതാഗത സൗകര്യങ്ങളുള്ള സമൂഹങ്ങൾ, അവസരങ്ങളിലേക്ക് എളുപ്പത്തിൽ പ്രവേശനം, ജനങ്ങളുടെ ജീവിത ചിലവിലെ ആശ്വാസം എന്നിവയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പ്രധാനമന്ത്രി ബേണം പ്രസ്താവനയിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഒക്ടോബർ 1 മുതൽ ഗാർഹിക ആവശ്യത്തിനുള്ള വൈദ്യുതി ബില്ലുകളിൽ മൂല്യവർദ്ധിത നികുതി ഒഴിവാക്കുമെന്നും ചൊവ്വാഴ്ച സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിലൂടെ ഒരു വീടിന്റെ ശരാശരി വാർഷിക വൈദ്യുതി ബില്ലിൽ സാധാരണ ലഭിക്കാറുള്ളതിൽ നിന്നും കുറവുണ്ടാകും. കുറഞ്ഞ വരുമാനക്കാർക്ക് വേഗത്തിൽ ആശ്വാസം നൽകുന്ന കൂടുതൽ നയങ്ങൾ വരും ദിവസങ്ങൾ പുറത്തുവിടുമെന്നും ബേണം തിങ്കളാഴ്ച മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരുന്നു. UKയിലെ ജനങ്ങളുടെ ജീവിത ചിലവ് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ ഗാർഹിക വൈദ്യുതി ബില്ലിലെ 5% വാറ്റ് പൂർണ്ണമായും ഒഴിവാക്കി UK ക്യാബിനറ്റ് യോഗം അംഗീകാരം നൽകി. ഒക്ടോബർ 1 മുതലാണ് ഇത് നിലവിൽ വരിക. ആൻഡി ബേണം പ്രധാനമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ പുതുതായി രൂപീകരിച്ച മന്ത്രിസഭയുടെ ആദ്യ ക്യാബിനറ്റ് യോഗത്തിലാണ് തീരുമാനം. ഇതിലൂടെ ഒരു സാധാരണ കുടുംബത്തിന് പ്രതിവർഷം ശരാശരി 45 പൗണ്ടിന്റെ ലാഭമുണ്ടാക്കും എന്നാണ് സർക്കാർ വിലയിരുത്തുന്നത്. വൈദ്യുതി ബില്ലിലെ നികുതി ഇളവിന് ആവശ്യമായ തുക മുൻ സർക്കാരിന്റെ ഡിജിറ്റൽ സർവീസ് പദ്ധതി അവസാനിപ്പിച്ചാണ് കണ്ടെത്തുന്നതെന്നും ഡൗണിംഗ് സ്ട്രീറ്റ് വ്യക്തമാക്കി. കൂടുതൽ ജനക്ഷേമ നടപടികൾ അടുത്ത ദിവസങ്ങൾ പ്രഖ്യാപിക്കുമെന്നും പ്രധാനമന്ത്രി മന്ത്രിസഭയെ അറിയിച്ചു. ആദ്യ ക്യാബിനറ്റ് യോഗത്തിൽ മന്ത്രിമാരെ അഭിസംബോധന ചെയ്ത ബേണം തന്റെ സർക്കാർ ഒരു കോസ്റ്റ് ഓഫ് ലിവിംഗ് ഗവൺമെന്റ് ആയിരിക്കുമെന്നും പ്രഖ്യാപിച്ചു. വിലക്കയറ്റവും ഉയർന്ന ജീവിത ചെലവും നേരിടുന്ന കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നതാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്നും ജനങ്ങൾക്ക് സർക്കാർ ഒപ്പമുണ്ട് എന്ന ആത്മവിശ്വാസം പകരുന്ന തീരുമാനങ്ങളാണ് എല്ലാ വകുപ്പുകളും കൈക്കൊള്ളേണ്ടതെന്നും അദ്ദേഹം നിർദ്ദേശം നൽകി. ബുദ്ധിമുട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ എല്ലാ മന്ത്രിമാരും തയ്യാറാകണമെന്നും അദ്ദേഹം പറഞ്ഞു. ഓരോ പുതിയ പദ്ധതിയും പ്രഖ്യാപിക്കുമ്പോൾ അതിന് ആവശ്യമായ പണം എവിടെ നിന്ന് എന്ന് സർക്കാർ വ്യക്തമാക്കണം. ചെലവിന് പണം കണ്ടെത്താൻ കഴിയാത്ത ഒരു പദ്ധതിയും നടപ്പാക്കില്ല എന്ന സാമ്പത്തിക അച്ചടക്ക നയവും ബേണം പ്രഖ്യാപിച്ചു. പുതിയ സർക്കാരിന്റെ ഭരണ സംവിധാനത്തിലും ബേണം മാറ്റങ്ങൾക്ക് തുടക്കമിട്ടു. ശാസ്ത്ര നവീകരണ സാങ്കേതിക വകുപ്പ് ബിസിനസ് വകുപ്പുമായി ലയിപ്പിച്ച് സാമ്പത്തിക വളർച്ച, വ്യവസായ വികസനം, ഗവേഷണം എന്നിവ ഏകോപിപ്പിക്കാനാണ് തീരുമാനം. മാഞ്ചസ്റ്റർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന നമ്പർ 10 നോർത്ത് പദ്ധതിയും യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അധികാര വികേന്ദ്രീകരണവും വടക്കൻ ഇംഗ്ലണ്ടിന്റെ വികസനവും സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നാണെന്ന് ബേണം വ്യക്തമാക്കി. ആഫ്രിക്കൻ രാജ്യമായ കോങ്കോയിൽ എബോള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്ന UK പൗരന് രോഗബാധ എന്ന സംശയത്തെ തുടർന്ന് പ്രത്യേക നിരീക്ഷണത്തിലാക്കി. ലണ്ടനിലെ ആശുപത്രിയിലാണ് ഇയാളെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഇതോടെ എബോള വൈറസ് രോഗത്തെക്കുറിച്ചുള്ള സംശയങ്ങളും ആശങ്കകളും വീണ്ടും സജീവമായിരിക്കുകയാണ്. എന്നാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും നിലവിൽ UKയിൽ എബോള സ്ഥിരീകരിച്ച രോഗികൾ ഇല്ല എന്നും ബ്രിട്ടീഷ് ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി. എന്നാൽ പൊതുജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നും നിലവിൽ UK എബോള സ്ഥിരീകരിച്ച രോഗികളില്ല എന്ന് ബ്രിട്ടീഷ് ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി വ്യക്തമാക്കി. എബോള വൈറസ് മനുഷ്യരിൽ ഗുരുതരമായ രക്തസ്രാവം ഉൾപ്പെടെയുള്ള പനിക്ക് കാരണമാകുന്ന വൈറസ് രോഗമാണ്. സമയബന്ധിത ചികിത്സ ലഭിക്കാതെ പോയാൽ മരണസാധ്യത വളരെ കൂടുതലാണ്. എബോള വായുവിലൂടെ പകരുന്ന രോഗമല്ല. രോഗബാധിതരുടെ രക്തം, ഛർദി, ഉമിനീർ, വിയർപ്പ്, മൂത്രം, മല തുടങ്ങിയ സ്രവങ്ങളിലൂടെ നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് പകരുന്നത്. രോഗബാധിതർ ഉപയോഗിച്ച വസ്ത്രങ്ങൾ, കിടക്കവിരികൾ, സൂചികൾ, ചികിത്സാ ഉപകരണങ്ങൾ എന്നിവയിലൂടെയും രോഗം പകരാം. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ നിർണായകമാകും. ശരീരത്തിലെ ജലാംശം നിലനിർത്തൽ, വിദഗ്ധ ചികിത്സ, അനുബന്ധ ചികിത്സകൾ എന്നിവ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. നിലവിൽ കോങ്കോയിലെ രോഗവ്യാപനത്തിന് കാരണമായ ബുണ്ടിബുഗ്യോ വകഭേദത്തിനെതിരെ ഇതുവരെയും അംഗീകൃതമായ വാക്സിൻ ലഭ്യമായിട്ടില്ല. എന്നാൽ വാക്സിനുകളും പുതിയ ചികിത്സാരീതികളും വികസിപ്പിക്കുന്നതിനുള്ള ഗവേഷണം പുരോഗമിക്കുകയാണ്. എബോള ഇൻക്യുബേഷൻ കാലയളവ് 2 മുതൽ 21 ദിവസം വരെയാണ്. രോഗലക്ഷണങ്ങൾ പെട്ടെന്നാണ് ആരംഭിക്കുന്നത്. ഉയർന്ന പനി, കടുത്ത തലവേദന, ശരീരവേദനയും പേശിവേദനയും, കടുത്ത ക്ഷീണം, തൊണ്ടവേദന, ഛർദി, വയറിളക്കം, വയറുവേദന എന്നിവയാണ്. രോഗം ഗുരുതരമാകുമ്പോൾ കരൾ, വൃക്ക എന്നിവയുടെ പ്രവർത്തനം തകരാറിലാകും.
ചിലരിൽ ആന്തരികവും ബാഹ്യവുമായ രക്തസ്രാവം ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. രോഗം നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിക്കുന്നത് ജീവൻ രക്ഷിക്കാൻ നിർണായകമാണ്. ശരീരത്തിലെ ജലാംശം നിലനിർത്തി വിദഗ്ധ ചികിത്സ, അനുബന്ധ ചികിത്സകൾ എന്നിവ മരണനിരക്ക് കുറയ്ക്കാൻ സഹായിക്കും. UK HSAയുടെ വിലയിരുത്തൽ അനുസരിച്ച് പൊതുജനങ്ങൾക്ക് എബോള ഭീഷണി വളരെ കുറവാണ്. രോഗബാധ സംശയിക്കുന്നവരെ പ്രത്യേക ഐസൊലേഷൻ സംവിധാനത്തിൽ നിരീക്ഷിക്കുകയും ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് അധികൃതർ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാതെ ഔദ്യോഗിക ആരോഗ്യ നിർദ്ദേശങ്ങൾ പാലിക്കുകയാണ് ഏറ്റവും പ്രാധാന്യമെന്നും വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. UK വാർഷിക പണപ്പെരുപ്പ നിരക്ക് 2.6% കുറഞ്ഞതായി ഔദ്യോഗിക കണക്കുകൾ വ്യക്തമാക്കുന്നു. ജീവിത ചെലവ് വർധനയുടെ വേഗം കുറഞ്ഞെങ്കിലും ഭക്ഷണം, ഭവനം, യാത്ര തുടങ്ങിയ മേഖലകളിൽ ചെലവ് ഇപ്പോഴും കുടുംബങ്ങളെ ബാധിക്കുന്നുണ്ട്. ചില അവശ്യവസ്തുക്കളുടെ വില വർധനവ് മന്ദഗതിയിലായതും സേവന മേഖലയിലെ സമ്മർദ്ദം കുറഞ്ഞതുമാണ് നിരക്ക് താഴാൻ സഹായിച്ചത്. എന്നിരുന്നാലും സാധാരണ കുടുംബങ്ങളുടെ ബഡ്ജറ്റിൽ ഉടൻ വലിയ ആശ്വാസം ലഭിക്കില്ലെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ വിലയിരുത്തൽ. പണപ്പെരുപ്പം കുറഞ്ഞത് ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് തീരുമാനങ്ങളിൽ സ്വാധീനം ചെലുത്തും. എന്നാൽ വേതന വർധനവും സേവന വിലകളും ഉൾപ്പെടെയുള്ള കണക്കുകൾ കൂടി പരിശോധിച്ച ശേഷമായിരിക്കും ഭാവിയിലെ പലിശ നിരക്ക് കുറയ്ക്കൽ സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. ജൂൺ മാസത്തിൽ UK സർക്കാർ പ്രതീക്ഷിച്ചതിലും കുറവ് തുകയാണ് കടമെടുത്തതെന്ന് ഔദ്യോഗിക കണക്കുകൾ. സർക്കാർ ചെലവും വരുമാനവും തമ്മിലുള്ള വ്യത്യസ്തമായ പൊതുമേഖലാ ശുദ്ധ കടമെടുപ്പ് സാമ്പത്തിക വിദഗ്ധരുടെ പ്രവചനത്തെക്കാൾ താഴെയായിരുന്നു. പണപ്പെരുപ്പവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള കടപ്പലിശ ചെലവ് കുറഞ്ഞതും നികുതി വരുമാനം മെച്ചപ്പെട്ടതുമാണ് കണക്കിന് സഹായകമായത്. എന്നാൽ സർക്കാർ കടബാധ്യത ഉയർന്ന നിലയിൽ തുടരുന്നതിനാൽ പുതിയ ചെലവേറിയ പദ്ധതികൾ നടപ്പാക്കുന്നത് വെല്ലുവിളിയാകുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ധനകാര്യ ചട്ടങ്ങൾ പാലിച്ചുകൊണ്ട് സാമ്പത്തിക അനിശ്ചിതത്വങ്ങളെ നേരിടാൻ ആവശ്യമായ കരുതൽ നിലനിർത്തണമെന്നാണ് സർക്കാരിന്റെ നിലപാട്. പുതിയ പ്രഖ്യാപനങ്ങൾ വ്യക്തവും വിശ്വസനീയവുമായ ധനസ്രോതസ് കണ്ടെത്തേണ്ടതുണ്ട് എന്നും സാമ്പത്തിക നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. UK കുടിയേറാനും തൊഴിൽ കണ്ടെത്താനും ആഗ്രഹിക്കുന്ന മലയാളി ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചടിയായി പുതിയ റിപ്പോർട്ട്. UK സാമ്പത്തിക അസ്ഥിരത കാരണം UK തൊഴിൽ വിപണി കടുത്ത പ്രതിസന്ധി നേരിടുന്നതായി UK ഔദ്യോഗിക ഏജൻസിയായ ഓഫീസ് ഫോർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു. ജനുവരി മുതൽ ജൂൺ വരെയുള്ള മാസങ്ങളിൽ രാജ്യത്തെ കമ്പനികൾ പുതിയ നിയമനങ്ങൾ വൻതോതിൽ വെട്ടിക്കുറച്ചു. ഇതോടെ ഒഴിവുകളുടെ എണ്ണം 7,12,000 കുത്തനെ ഇടിഞ്ഞു. 2022 കണക്കുകൾ അനുസരിച്ച്, അതായത് ഇവയുമായി താരതമ്യം ചെയ്യുമ്പോൾ തൊഴിലവസരങ്ങൾ പകുതിയോളം കുറവാണ് എന്നാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് ഏപ്രിൽ പോലെ തന്നെ മെയ് മാസത്തിലും 4.9% തുടരുകയാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനായി 10 വർഷത്തെ സാമ്പത്തിക പദ്ധതിയുമായി മുന്നോട്ടു പോകുന്ന പുതിയ പ്രധാനമന്ത്രി ആന്റി ബേണം ഈ കണക്കുകൾ വലിയ വെല്ലുവിളിയായാണ് ഉയർത്തുന്നത്. അതായത് അദ്ദേഹത്തിന് നേരെ ഈ കണക്കുകൾ വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. സ്വകാര്യ മേഖലയിലെ ശമ്പള വളർച്ച 2.9% കുറഞ്ഞിട്ടുണ്ട്. ബോണസ് ഉൾപ്പെടെയുള്ള ശരാശരി വേതന വർധനവ് 4.3%. ഉയർന്ന നികുതികളും ഉൽപാദന ചെലവും കാരണം പല സ്ഥാപനങ്ങളും പുതിയ നിയമനങ്ങൾ നീട്ടിവെക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യുകയാണ് എന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സാമ്പത്തിക അനിശ്ചിതത്വം തുടരുകയാണ് എങ്കിൽ വേനൽക്കാലത്ത് തൊഴിലില്ലായ്മ നിരക്ക് ഇനിയും ഉയരാൻ സാധ്യതയുണ്ട്. സാധാരണക്കാർ അനുഭവിക്കുന്ന ജീവിത ചെലവ് സമ്മർദ്ദം കുറയ്ക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് ട്രേഡ് യൂണിയനുകൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. വൈദ്യുതി ബില്ലുകളിലെ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കാനുള്ള സർക്കാരിന്റെ നീക്കത്തെ യൂണിയനുകൾ സ്വാഗതം ചെയ്തുവെങ്കിലും ബാങ്കുകളുടെ ലാഭത്തിന്മേൽ നികുതി ചുമത്തി ജനങ്ങൾക്ക് കൂടുതൽ ആശ്വാസം നൽകണമെന്നും TUC ആവശ്യപ്പെട്ടു. അതേസമയം ലേബർ പാർട്ടിയുടെ തുടർച്ചയായ നികുതി വർധനവുകളാണ് തൊഴിൽ വിപണിയെ തകർത്തതെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. ഉയർന്ന നികുതി വളർച്ചയെയും പുതിയ തൊഴിലവസരങ്ങളെയും ബാധിക്കുമെന്നും അവർ വ്യക്തമാക്കി. UK പ്രമുഖ പബ് ശൃംഖലയായ വെതർസ്പൂൺ വാർഷിക ലാഭം പ്രതീക്ഷിച്ചതിലും കുറയാമെന്ന് മുന്നറിയിപ്പ്. വേതനം, നികുതി, ഭക്ഷ്യവസ്തുക്കൾ, ഊർജം തുടങ്ങിയ ചെലവുകൾ ഉയർന്നതാണ് സ്ഥാപനത്തിന് സമ്മർദ്ദമായത്. വിൽപ്പനയിൽ വളർച്ച രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്കിലും പ്രവർത്തന ചെലവിലെ വർധനവ് ലാഭവിഹിതത്തെ ബാധിക്കുമെന്ന് കമ്പനി. ഹോസ്പിറ്റാലിറ്റി മേഖലയിൽ തുടരുന്ന ചെലവ് സമ്മർദ്ദം പബ്ബുകളെയും റെസ്റ്റോറന്റുകളെയും ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ബാധിക്കുന്നതായി വ്യവസായ പ്രതിനിധികൾ വ്യക്തമാക്കി. ഉപഭോക്താക്കളുടെ ചെലവിടൽ ശേഷി പരിമിതമായ സാഹചര്യത്തിൽ വില ഉയർത്തുന്നതും സ്ഥാപനങ്ങൾക്ക് വെല്ലുവിളിയാണ്. വരും മാസങ്ങളിൽ വ്യാപാര സാഹചര്യങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുമെന്നും ചെലവ് നിയന്ത്രണ നടപടികൾ തുടരുമെന്നും വെതർസ്പൂൺ വ്യക്തമാക്കി. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ 3ാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ച് IOC യൂറോപ്പ് സംഘടിപ്പിച്ച ഓർമ്മകൾ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടി ഓൺലൈനായി നടന്നു. ജർമ്മനി, UK, അയർലൻഡ്, ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, പോളണ്ട്, മാൾട്ട എന്നീ രാജ്യങ്ങളുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി M. ജോൺ ഉദ്ഘാടനം നിർവഹിച്ചു. സാധാരണക്കാരുടെ ജീവിതത്തിനായി ഉമ്മൻചാണ്ടി നൽകിയ സംഭാവനകൾ എന്നും പ്രചോദനമാണ് എന്ന് മന്ത്രി പറഞ്ഞു. ഡോക്ടർ മറിയ ഉമ്മൻ പിതാവിന്റെ ജനസേവന പാരമ്പര്യം അനുസ്മരിച്ചു. IOC യൂറോപ്പ് വൈസ് ചെയർമാൻ
സിറോഷ് ജോർജ് അധ്യക്ഷത വഹിച്ചു. പ്രോഗ്രാമിന്റെ കൺവീനറും IOC ജർമ്മനി കേരള ചാപ്റ്റർ പ്രസിഡന്റുമായ സണ്ണി ജോസഫ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ IOC UK കേരള ചാപ്റ്റേഴ്സ് ജനറൽ സെക്രട്ടറിയുമായ റോമി കുര്യാക്കോസ് നന്ദിയും രേഖപ്പെടുത്തി. വിവിധ രാജ്യങ്ങളിലെ IOC നേതാക്കളും സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരും പരിപാടിയിൽ പങ്കെടുത്തു. പ്രശസ്ത കാത്തോലിക്ക വചന പ്രഘോഷനും പ്രീച്ചേഴ്സ് ഓഫ് ഡിവൈൻ മെഴ്സി സന്യാസി സമൂഹത്തിന്റെ സ്ഥാപകനും അഭിഷേകാഗ്നി കൺവെൻഷനുകളുടെ നേതൃത്വ ശുശ്രൂഷകനുമായ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ നയിക്കുന്ന ഗ്രേറ്റ് എവേനിഗയും ഇംഗ്ലീഷ് കൺവെൻഷനും രോഗശാന്തി ശുശ്രൂഷയും 2026 ഓഗസ്റ്റ് 1 ശനിയാഴ്ച ബെർമിംഗ്ഹാമിലെ ബദൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. രാവിലെ 9 മണിക്ക് ആരംഭിക്കുന്ന ശുശ്രൂഷകൾ വൈകുന്നേരം 4:30 സമാപിക്കും. ഇംഗ്ലണ്ട് വെയിൽസ് കാത്തോലിക്ക ബിഷപ്പ് കോൺഫറൻസിന്റെ മിഷൻ ഡയറക്ടറായ അബർട്ട് ഹ്യൂ അലൻ വിശുദ്ധ കുർബാന ആരംഭിക്കും. ഫാദർ സേവ്യർ വട്ടായിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയും രോഗശാന്തി ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. ഫാദർ ഷൈജു നടുവത്താനിൽ, ബ്രദർ ജോസ് കുര്യാസ് എന്നിവരും ശുശ്രൂഷകളിൽ പങ്കുചേരും. ഗ്രേറ്റ് എവേനിഗം കൺവെൻഷൻ പ്രശസ്ത ആരാധനാ ബ്രാൻഡായ ഹോപ്പ് പ്രൊജക്ടർ സംഗീതാരാധനയും നയിക്കും. കുട്ടികൾക്കായി പ്രത്യേക സമാന്തര ക്ലാസുകളും ഉണ്ടായിരിക്കും. കൺവെൻഷൻ നഗരിയിൽ സൗജന്യ പാർക്കിംഗ് സൗകര്യം ലഭ്യമാണ്. ജപമാല പ്രദക്ഷിണം, സ്തുതി ആരാധന, വിശുദ്ധ കുർബാന, വചനപ്രഘോഷണം, ദിവ്യകാരുണ്യ ആരാധന, രോഗശാന്തി ശുശ്രൂഷ എന്നിവയാണ് ഈ ദിവസത്തെ പ്രധാന ശുശ്രൂഷകൾ. കുമ്പസാരത്തിനും സ്പിരിച്വൽ ഷെയറിങ്ങിനും സൗകര്യമുണ്ടായിരിക്കുന്നതാണ്. UK വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള 29 സ്ഥലങ്ങളിൽ നിന്നും കൺവെൻഷനിലേക്ക് കോച്ച് സൗകര്യം ഉണ്ടായിരിക്കും. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ യേശുനാഥന്റെ സ്നേഹവും കാരുണ്യവും രോഗശാന്തിയും അനുഭവിക്കാൻ, വിശ്വാസത്തിൽ നവീകരിക്കപ്പെടുവാനും ഈ മഹത്തായ ദിവസത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും സംഘാടകർ വ്യക്തമാക്കി. UK സ്പെഷ്യൽ ന്യൂസ് ഇവിടെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.